മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്തിടെ നറുക്കെടുത്ത ക്രിസ്തുമസ് ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ്, അതിൻ്റെ സമാന തുക ആർക്ക്, അതിൻ്റെ ഒന്നാം സമ്മാനാർഹൻ ആര് എന്നതിൽ അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. രണ്ട് അവകാശവാദം ഉന്നയിച്ച് രണ്ടുപേർ രംഗത്തുണ്ട് എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ ബമ്പർ ഭാഗ്യക്കുറിയുടെ സമ്മാന വിതരണം നടത്തുന്നത് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി ഈ നീക്കം നടത്തിയത് പിറവം സ്വദേശിയും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായ സജിമോൻ്റെ ഹർജിയിലാണ് ഈ നടപടിയെടുത്തിരിക്കുന്നത്. 27 ലോട്ടറി ടിക്കറ്റ് ഹാജരാക്കാൻ ലോട്ടറി വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോടതി. ലോട്ടറി വകുപ്പിന് ഹൈക്കോടതി നോട്ടീസും അയച്ചിട്ടുണ്ട്. ടിക്കറ്റ് തൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടെങ്കിലും അതിൽ തൻ്റെ പേരും വിലാസവും ഒപ്പുമുണ്ടെന്നാണ് സജിമോൻ വാദിക്കുന്നത്. ലോട്ടറി വകുപ്പിൽ ടിക്കറ്റ് ഹാജരാക്കിയത് യഥാർത്ഥ ഉടമയല്ലെന്നും സജിമോൻ പ്രതികരിച്ചു. കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഞാൻ സന്തോഷനാണ്. ഈ ടിക്കറ്റ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത് യഥാർത്ഥ അവകാശിക്ക് തന്നെ ടിക്കറ്റ് സമ്മാനം ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. എൻ്റെ ടിക്കറ്റിനകത്ത് ഞാൻ എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആരെങ്കിലും അത് ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റിൻ്റെ സത്യാവസ്ഥ പൂർണ്ണമായി അന്വേഷിച്ച് സമ്മാനം കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ എൻ്റെ ടിക്കറ്റ് നഷ്ടപ്പെട്ടത് ഇവിടെ കൊറിയർ സ്ഥാപനത്തിൽ വെച്ചാണെന്നും എനിക്ക് ഉറപ്പുണ്ട്. അതിനെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നവമി ദിനേശ് ചേരുന്നു. നവമി, ഒരു ടിക്കറ്റിൻ്റെ നറുക്കെടുപ്പ്, അതിൻ്റെ ഉടമയെ തേടിയുള്ള ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അപൂർവമാണ്, സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. നവമി രാവിലെ ഇദ്ദേഹത്തെ കണ്ട് നേരിട്ട് സംസാരിച്ചതാണ്. എനിക്ക് ഓർത്തെടുക്കാനാവുന്നത്, ഇതിൻ്റെ നറുക്കെടുപ്പ് നടന്നപ്പോൾ കോട്ടയം സ്വദേശിയാണ്, കോട്ടയത്താണ് ഈ ലോട്ടറി അടിച്ചിരിക്കുന്നത് എന്നതായിരുന്നു അന്നുണ്ടായിരുന്ന ചില സൂചനകൾ. അതാണ് ലോട്ടറി വകുപ്പിൻ്റെ കണക്ക് പ്രകാരം. ഇദ്ദേഹം എവിടുന്നാണ് ലോട്ടറി എടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചായിരുന്നു രാവിലെ നവമിയോട്. സജിത്ത്, എന്തായാലും വൈകിയാണെങ്കിലും തന്നെ തേടി ഈ ഭാഗ്യം എത്തും എന്ന് വിശ്വസിച്ച് ഇരിക്കുകയാണ് പിറവം സ്വദേശിയായ സജിമോൻ കെ. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുമാണ് ഡിസംബറിൽ അദ്ദേഹം ഡിസംബർ 1 ഈ ലോട്ടറി എടുക്കുന്നത്. ആ ലോട്ടറി ഇതിൽ ഒന്നാം സമ്മാനം അടിച്ച ടിക്കറ്റിന്റെ നമ്പർ XC138455 എന്നായിരുന്നു. ഇപ്പൊ സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ഒരാളാണ് സജിമോൻ. ഈ ഓണം ക്രിസ്മസ് ബമ്പർ ആയപ്പോൾ അതും എടുക്കുകയും ചെയ്തു. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ ട്രാവലർ ഉണ്ട്, അതിൽ തീർത്ഥാടകരുമായി ശബരിമലയിലേക്ക് പോവുകയായിരുന്നു. വിശാഖപട്ടണത്ത് നിന്നുള്ള അയ്യപ്പന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം വന്ന് ലോട്ടറി എടുത്ത ശേഷമാണ് അദ്ദേഹം ആ ട്രാവലറിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഈ അയ്യപ്പന്മാര് വാങ്ങിയ നെയ്പാത്രം അത് കൊണ്ടുപോകാൻ ഇവർ മറന്നുപോയി. അപ്പോൾ അത് സജിമോനോട് കൊറിയർ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ സജിമോൻ അയ്യപ്പന്റെ അവിടെ വെച്ച് പൂജിച്ചതല്ലേ, ശബരിമലയിൽ അല്ലേ ഈ ടിക്കറ്റിന് തനിക്ക് തന്നെ ഒന്നാം സമ്മാനം അടിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടിക്കറ്റ് ഈ കവറിലിട്ട്, അതായത് ഈ നെയ്പാത്രമുള്ള കവറിലിട്ട് പൂജാമുറിയിൽ വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ടിക്കറ്റിന്റെ കാര്യം അദ്ദേഹം മറന്നു പോവുകയും ഈ നെയ്പാത്രം നേരെ പിറവത്തുള്ള കൊറിയർ ഓഫീസിൽ എത്തിച്ച് ഈ കവറോടുകൂടി കൊടുത്ത ശേഷം ഈ കൊറിയർ അദ്ദേഹം പറയുന്നത് താനത് പാക്ക് ചെയ്തിരുന്നില്ല. അപ്പോൾ കൊറിയർ ഓഫീസിൽ തന്നെ കൊടുത്ത ശേഷം പാക്ക് ചെയ്ത് ഈ അഡ്രസ്സിലേക്ക് വിശാഖപട്ടണത്തേക്ക് അയച്ചു കൊടുക്കണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങുകയും ചെയ്തു. ഈ ലോട്ടറി അതായത് ഈ സമ്മാന ദിവസം, ഈ ലോട്ടറിന്റെ നറുക്കെടുപ്പ് ദിവസമാണ് അദ്ദേഹം ഇത് ലൈവായി തന്നെ മൊബൈൽ ഫോണിലൂടെ കാണുകയും ചാനലിലൂടെ കാണുകയും ടിക്കറ്റ് അടിച്ച തനിക്കാണെന്ന് മനസ്സിലായി. അദ്ദേഹം ഒരു ജോലി സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. ഒപ്പം 2-3 അതിഥി തൊഴിലാളികളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ലോട്ടറി അടിച്ച ശേഷം അദ്ദേഹത്തിന് ലഭിച്ചു എന്നറിഞ്ഞ സന്തോഷത്തിൽ അദ്ദേഹം വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ സൈറ്റിൽ വെച്ച് ചെറിയൊരു അപകടം ഉണ്ടാവുകയും അദ്ദേഹം വീണ് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. പെട്ടെന്ന് അദ്ദേഹത്തിന് കുറച്ച് അബോധാവസ്ഥയിലൊക്കെ ആയി കുറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു. ബോധം വന്നപ്പോൾ തന്നെ ഭാര്യയോട് പറഞ്ഞു തനിക്കാണ് ആ ലോട്ടറി ഒന്നാം സമ്മാനം അടിച്ചത്, വേഗം പോയിട്ട് ആ ലോട്ടറി തപ്പിയെടുക്കൂന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് ഭാര്യ അദ്ദേഹവും കൂടി ലോട്ടറി തപ്പിയിട്ട് അത് കിട്ടിയതുമില്ല. ഈ വീഴ്ചയിൽ അദ്ദേഹത്തിന് മറവിക്കും ചെറിയൊരു ക്ഷതം സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെ തുടർന്ന് പിന്നീട് ഒരുപാട് ചിന്തിച്ചെടുത്തപ്പോഴാണ് ഈ നെയ്പാത്രത്തിലാണല്ലോ താൻ ഈ ലോട്ടറി ഇട്ടിരുന്നതെന്ന് ഓർക്കുന്നു. ഉടനെ തന്നെ ഈ വിശാഖപട്ടണത്തുള്ളവരെ വിളിക്കുമ്പോൾ പറയുന്നത് പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ നെയ്പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ കവർ ഉണ്ടായിരുന്നില്ല എന്ന്. പിന്നീട് അദ്ദേഹം കൊറിയർ ഓഫീസിൽ ചെല്ലുന്നു. അവിടെ ചോദിക്കുമ്പോൾ അവർ പറയുന്നു അങ്ങനെ ഒരു ടിക്കറ്റ്
ടിക്കറ്റ് താൻ കണ്ടിട്ടില്ല എന്ന്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത് കൊറിയർ ഏജൻസിയിൽ നിന്ന് തന്നെയായിരിക്കും ഈ ലോട്ടറി ടിക്കറ്റ് മാറ്റിയിട്ടുണ്ടാകുക, അവരായിരിക്കും തിരുവനന്തപുരത്ത് ഈ ലോട്ടറി വകുപ്പിന് കൈമാറിയിട്ടുണ്ടായിരിക്കുക എന്ന് ഉറച്ചു തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ച് അതിൽ കൃത്യമായിട്ടുള്ളൊരു തെളിവ് ആ ടിക്കറ്റിൽ തന്റെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ, ഒപ്പ് ഇതെല്ലാം ഉണ്ടെന്നാണ്. സാധാരണ അങ്ങനെ ലോട്ടറിയിൽ അദ്ദേഹം ചെയ്യാറില്ല. ഇതെന്തോ ആ സമയത്ത് അങ്ങനെ തോന്നി, അത് ചെയ്തു എന്ന് കൂടി സജിമോൻ പറയുന്നു. എന്തായാലും ഭാഗ്യം ഏതൊക്കെ വഴിക്കാണ് വരുന്നതെന്ന് നമ്മൾ ഇത് കേട്ട് അതിശയിച്ചു പോയിരിക്കുകയാണ് സജിത്ത്. എന്തായാലും ആ ടിക്കറ്റ് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടട്ടെ, ഒന്നാം സമ്മാനം അദ്ദേഹത്തിന് തന്നെ കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം സജിമോൻ പറഞ്ഞത് തനിക്ക് തന്റെ ടിക്കറ്റ് അതാണെന്ന് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് കോടതി അടക്കം സമീപിച്ചിരിക്കുന്നത്. ആദ്യം പിറവം പോലീസിന് പരാതി നൽകി. പിറവം പോലീസ് ഈ കൊറിയർ സെന്ററിൽ കയറി CCTV ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കി. ഈ ടിക്കറ്റ് ലോട്ടറി വകുപ്പിനോട് 27-ാം തീയതി കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പും പേരും ഒക്കെ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അതുകൂടി കോടതി പരിശോധിച്ച ശേഷം അതിന്റെ ഉടമസ്ഥൻ സജിമോനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സമ്മാനത്തുക സജിമോന് തന്നെ കൈമാറാനാണ് കോടതിയും, അങ്ങനെ ഒരു ഘട്ടത്തിലേക്കായിരിക്കും കോടതിയും എത്തുക എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും സജിമോൻ വലിയ ആശ്വാസത്തിലാണ്, അതിനപ്പുറം ആത്മവിശ്വാസത്തിലാണ്. തന്നെ ആ ഭാഗ്യദേവത തേടിയെത്തും, ആ ടിക്കറ്റ് തന്റേതാണെന്ന് ഉറച്ചു തന്നെ വിശ്വസിക്കുകയാണ് സജിമോൻ. യെസ് നവമി, എന്തായാലും ഈ ഭാഗ്യവാൻ ആര് എന്നതിൽ കോടതി തന്നെ ഒരു ഉത്തരം പറയേണ്ടി വരും. അതൊരു ദൈവതർക്കത്തിലേക്ക് പോകുന്നു എന്നതുകൂടിയാണ് സാഹചര്യം. ഒരുപക്ഷേ ഒരു ബമ്പർ ലോട്ടറി വലിയ തുകയാണ്, അതുകൊണ്ട് തന്നെ അതിന് അവകാശം ആർക്ക് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയൊരു പ്രശ്നമുണ്ടാകും. സജിമോൻ്റെ ഹർജിയിൽ കോടതി തടഞ്ഞിട്ടുണ്ട് സമാന വിതരണം. പക്ഷേ നിലവിൽ ഈ ലോട്ടറി ടിക്കറ്റ് കൈവശമുള്ളയാളും സ്വാഭാവികമായും നിയമവഴിക്ക് തേടാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു തർക്ക വിഷയമായി മാറിയേക്കാം. തൻ്റെ പേര് രേഖപ്പെടുത്തി എന്നതുകൊണ്ട് സജിമോൻ്റെ അവകാശവാദം നിലനിൽക്കുമോ, അതല്ലെങ്കിൽ ലോട്ടറി ഇപ്പോൾ കൈവശമുള്ള വ്യക്തി അവകാശവാദം ഉന്നയിച്ചാൽ അതെങ്ങനെ പോകും, അതല്ലെങ്കിൽ ഇരുവരും വീതിച്ചെടുക്കുമോ, ഇങ്ങനെയുള്ള വലിയൊരു തർക്ക വിഷയം തന്നെയായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്തുമസ് ബമ്പർ ലോട്ടറിയുടെയാണ് ഉടമസ്ഥൻ ആര് എന്ന ഒരു തർക്ക വിഷയമായി മാറുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.